Hello friends, welcome to my channel. റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ നൂഡിൽസ് ആണ് കേട്ടോ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് സാധാരണ എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും കേട്ടോ. ഇതിൽ പകുതി ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ, അതന്നെ അത്യാവശ്യം ഉണ്ടാവും. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്, ചെറിയ പീസസ് ആക്കിയിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ കുറച്ച് ഉപ്പ്, കുരുമുളക് പൊടി, മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നൂഡിൽസിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്യാം കേട്ടോ, നീളത്തിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി നൂഡിൽസ് ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 6 കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഏതെങ്കിലും ഒരു ഓയിൽ കേട്ടോ, സൺഫ്ലവർ ഓയിൽ ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ സാധാ ഓയിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇതേ സമയം നമ്മുടെ ചിക്കൻ ഇവിടെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നൂഡിൽസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ, പകുതി നമ്മൾ പിന്നീട് ഉണ്ടാക്കുക വിചാരിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇട്ട് കൊടുത്തേക്ക് തന്നെ ഇളക്കി കൊടുക്കണ്ട കേട്ടോ, 1 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി ഇതിലേക്കുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് ഒരു ഹാഫ് കുക്കാക്കി എടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ടൊരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ബീൻസാണ് കേട്ടോ. അപ്പോൾ ബീൻസ് ഒന്ന് കുറച്ചൊന്ന് ആയതിന് ശേഷം നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഈ ടൈമിൽ ചെറിയൊരു പീസ് മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഇനി അതുപോലെ ക്യാപ്സിക്കം ഒക്കെ ഉണ്ടെങ്കിൽ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം കേട്ടോ. വെജിറ്റബിൾസിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷെ ഇതിൽ മാഗി ക്യൂബൊക്കെ ചേർത്ത് കൊടുത്ത കാരണം അതിൽ തന്നെ ചെറുതായിട്ട് ഉപ്പ് ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിൽ ഒരു 1/2 ടീസ്പൂണ് സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കാണിക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. ഈ സമയത്ത് 2-3 വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഇനി ഇതിലേക്ക് ക്യാബേജ് ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസൊക്കെ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അതേപോലെ തന്നെ ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. കുറച്ച് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കുക കേട്ടോ. നൂഡിൽസിലേക്കുള്ള കാരണം ഒരുപാട് മസാലാസ് ഒന്നും ചിക്കനിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി വേവിച്ച് വെച്ച നൂഡിൽസ് ചേർത്ത് കൊടുക്കുക കേട്ടോ. നൂഡിൽസ് ഒരു 5-6 മിനിറ്റ് വേവിച്ചിട്ട് അതിലെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുക കേട്ടോ, ഒരു വാരപാത്രത്തിലോ മറ്റോ. എന്നിട്ട് തണുത്ത വെള്ളത്തിലൊന്ന് ജസ്റ്റ് കാണിച്ചതിന് ശേഷം ആ വെള്ളം കളഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഈ നൂഡിൽസ് നല്ല ടേസ്റ്റിൽ കിട്ടണമെങ്കിൽ നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കണം കേട്ടോ. ഇതുപോലെ 2 തവിയൊക്കെ വെച്ചിട്ട് മിക്സ് ആക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ഹെൽപ്ഫുൾ ആവും. ഈ ടൈമിൽ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് സോയാ സോസൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കുരുമുളക് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ പകുതി ന്യൂഡിൽസ് ആയിട്ടാണല്ലോ ഉണ്ടാക്കിയത്. ഇതിന് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ, ഒരു 4-5 ആൾക്ക് കഴിക്കാനുള്ളതൊക്കെ ഉണ്ട്.
പിന്നെ ഇടയ്ക്കൊക്കെ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയോ അല്ലെങ്കിൽ നൈറ്റിൽ ഡിന്നറായിട്ടൊക്കെ ഇതുണ്ടാക്കി നോക്കാം കേട്ടോ. പിന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഇൻസ്റ്റൻറ്റ് നൂഡിൽസും ഈ നൂഡിൽസും നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. അത് പറഞ്ഞാൽ പെട്ടെന്ന് കുക്കാവും. ഇതൊരു 5-6 മിനിറ്റ് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക തന്നെ വേണം. പിന്നെ ഓവറായിട്ട് കുക്ക് ചെയ്തെടുക്കരുത്, അപ്പോൾ ഇത് ഉടഞ്ഞു പോകും കേട്ടോ. ഒരു 90% കുക്കായാൽ മതി. അപ്പോൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ നൂഡിൽസൊക്കെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.